പരം ധീമഹി. ആദ്യത്തെ ശ്ലോകത്തിൽ ഈ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്ന ആ ഭഗവാനെ ഞാൻ നമിക്കുന്നു എന്നാണ് പറയുന്നത്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഈ ലോകത്തിൻ്റെ സൃഷ്ടിയൊക്കെ ബ്രഹ്മാവല്ലേ ചെയ്യുന്നു, രക്ഷിക്കുന്നത് വിഷ്ണുവാണ്, സംഹാരം ചെയ്യുന്നത് ശിവൻ എന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നു. പക്ഷേ ഇവിടെ പറയുന്നു എല്ലാത്തിൻ്റെ കാര്യം ചെയ്യുന്നത് ബ്രഹ്മം എന്നാണ് പറയുന്നത്. ബ്രഹ്മത്തിൽ നിന്നാണ് ലോകം ഉണ്ടാകുന്നു. ആനന്ദോ ബ്രഹ്മേ ദിവ്യജാനാത് ആനന്ദാധ്യേവ ഖൽവിമാനി ഭൂതാനി ജായന്തെ ആനന്ദേ നജാതാനി ജീവന്തി. വേദം പറയുമ്പോൾ ആനന്ദസ്വരൂപനായ ഭഗവാനിൽ നിന്നാണ് നമ്മളൊക്കെ ഉണ്ടായി. വേദം അങ്ങനെയാണ് പറയുന്നത്, നമ്മളൊക്കെ പരമാത്മാവിൽ നിന്നും ഉണ്ടായവരാണ്. പിന്നെ സായബന്മാർ പറയുന്നു നമ്മളൊക്കെ കുരങ്ങന്മാരുടെ പറമ്പിൽ ജനിച്ചവരാണെന്ന്. നമ്മളങ്ങോട്ട് ജനിച്ചിട്ടില്ലേ, അവർ പറഞ്ഞ ആളങ്ങോട്ട് ജനിച്ചിട്ടുണ്ടാവും. ഡാർവിൻ്റെ അത് തീരുമാനമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ ആവാം. അങ്ങനെ അദ്ദേഹം സംശയാത്മകമാണ് പറഞ്ഞിട്ടുണ്ട്. ചില കുട്ടികളുടെ ചേഷ്ടിതകങ്ങൾ കാണുമ്പോൾ, ചില ആളുടെ സ്വഭാവം കാണുമ്പോൾ, കുരങ്ങന്മാരുടെ സ്വഭാവം കണ്ടപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇപ്പം മനുഷ്യന്മാർക്ക് കുരങ്ങന്മാരിൽ ജനിച്ചവരാണെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ നമ്മുടെ വേദശാസ്ത്രങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആനന്ദസ്വരൂപനായ ഗുരുവായൂരപ്പനിൽ നിന്നാണ് നമ്മൾ ജനിച്ചു. അതാണ്ട് തെളിവ് എന്താ? ആർക്കെങ്കിലും ദുഃഖം വേണോ ആഗ്രഹിക്കാറുണ്ടോ? ഒരു മാസമായി നമുക്ക് ദുഃഖം വന്നില്ലല്ലോ എന്ന് ഒരാളും പറയാറില്ല. എല്ലാവർക്കും ആനന്ദം വേണം എന്നാണ് ആഗ്രഹം. ആനന്ദം വേണം ആഗ്രഹിക്കാൻ എന്താ കാരണം? ആനന്ദസ്വരൂപണിൽ നിന്നാണ് നമ്മൾ ജനിച്ചു. എവിടെ നിന്ന് വന്നു അവിടെ പോകാനാണ് നമുക്ക് താല്പര്യം. സമുദ്രത്തിൽ നിന്നും ഉണ്ടായ വെള്ളം വീണ്ടും സമുദ്രത്തിലേക്ക് ചെല്ലുന്നു. ആദ്യം സമുദ്രത്തിൽ നിന്നും വെള്ളം നീരാവിയായിട്ട് മേഘത്തിലേക്ക് ചെല്ലുന്നു. മേഘത്തിൽ നിന്നും പിന്നെ മഴയായിട്ട് വീണ്ടും പുഴയായിട്ട് സമുദ്രത്തിൽ എത്തിച്ചേരുന്നു. അതുപോലെ സമുദ്രം പോലെ ഇരിക്കുന്ന പരമാത്മാവിൽ നിന്നും തരംഗം പോലെ നമ്മൾ ജനിച്ചവരാണ്. അപ്പോൾ അവിടെ ചെല്ലാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ആനന്ദസ്വരൂപനായ ഭഗവാനിൽ നിന്നും ജനിച്ചു ഈ ലോകം ഭഗവാനിൽ തന്നെ നിൽക്കുന്നു. അവസാനം ഭഗവാൻ തന്നെ ലയിക്കാൻ പോകുന്നു. പക്ഷേ നമ്മൾ സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവ് പറയുന്നു. ബ്രഹ്മാവ് പറഞ്ഞാലും ബ്രഹ്മാവിനെപ്പോലും യാണം കൊടുത്ത ആളാണ് ഭഗവാൻ. തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ശരിക്കും ഭഗവാൻ സൃഷ്ടി ചെയ്തു പറയുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും, എങ്ങനെ സൃഷ്ടി ചെയ്യുന്നു? ഒരു കൊശവൻ മണ്ണുകൊണ്ട് ഒരു കുടം ഉണ്ടാക്കുന്നത് പോലെ ചെയ്യുന്നുവോ? അല്ലെങ്കിൽ ഒരു തട്ടാൻ സുവർണം കൊണ്ട് ഒരു ആഭരണം ചെയ്യുന്നത് പോലെ ചെയ്യുന്നുവോ ചോദിച്ചാൽ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ സുവർണം കൊണ്ട് ആഭരണം ചെയ്യുമ്പോൾ സുവർണത്തിന് ഉപാദന കാരണം, തട്ടാന നിമിത്ത കാരണം, ഇങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത്. കൊശവന നിമിത്ത കാരണം, മണ്ണ് ഉപാദാന കാരണം. ഇപ്പോൾ ഭഗവാൻ എങ്ങനെ ഈ ലോകം സൃഷ്ടിച്ചു ചോദിച്ചാൽ ഭഗവാൻ അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്ന് സൃഷ്ടിച്ചിട്ടില്ലേ. ആത്മാനസ്വയമകരുത എന്നാണ് വേദം പറയുന്നത്. ഭഗവാൻ തന്നെ ലോകമായി കാണിക്കുന്നു. ഉപാദാന കാരണവും നിമിത്ത കാരണവും രണ്ടും ഭഗവാൻ തന്നെയാണ്. ഇവിടെ ഉദാഹരണം ഭാഗവത്തിൽ പറയുന്നു, വേദങ്ങളിൽ പറയുന്നു. യഥാ ഊർണനാഭിഹി, എട്ടുകാലിയുണ്ടല്ലോ, എട്ടുകാൽ ജന്തു, അത് ഒരു വല ഉണ്ടാക്കാൻ വേണ്ടി കടയിൽ നിന്നും നൂല് വാങ്ങാറില്ല. അത് സ്വന്തം വായിൽ നിന്നാണ് ഒരു എച്ചിൽ കൊണ്ട് ഒരു നൂല് ഉണ്ടാക്കുന്നു. പിന്നെ അത് തന്നെ അതേപോലെ വീണ്ടും തിരിച്ചെടുക്കുന്നു. അപ്പോൾ ആ വല ഉണ്ടാക്കാൻ ഉപാദാന കാരണം നൂലായിട്ടും പിന്നെ ചെയ്യുന്ന ആളായിട്ടും ഒരേ ആൾ തന്നെയാണ്, എട്ടുകാലി തന്നെയാണ്. അതേപോലെയാണ് ഭഗവാൻ ഈ ലോകത്തിൻ്റെ ഉപാദാന കാരണവും നിമിത്ത കാരണം ഭഗവാൻ തന്നെയാണ്. ഗജേന്ദ്ര സ്തുതിയിൽ അത് ഗജേന്ദ്രൻ എടുത്ത് പറയുന്നു, യസ്മിന്നിദം യതശ്ചേദം ഏനേദം യയിദം സ്വയം. ഭഗവാൻ തന്നെ ലോകമായിട്ട് കാണിച്ചു തരണം. ഉദാഹരണം ഇവിടെ ആദിശങ്കരൻ പറയുന്നു, മാരീച്ചൻ സീതയുടെ മുമ്പിൽ മാനായിട്ട് വന്നല്ലേ, അങ്ങനെ വരുമ്പോൾ ഒരു മാനിൻ്റെ ഒരു വേഷമൊക്കെ സ്വയം ഇങ്ങനെ
ഫാൻസി ഡ്രസ്സിൽ കുട്ടികൾ ഒരു മാണ് പോലെ ഒരു ചട്ട അണിഞ്ഞ് ഇങ്ങനെ വെറുതെ തുള്ളിത്തില്ലി ചാടി വന്നില്ല. മാരീചനായിരിക്കുമ്പോൾ തന്നെ സീത കാണുമ്പോൾ മാണ് പോലെ കാണിച്ചു. അതേ ലക്ഷ്മണൻ കാണുന്നു. ലക്ഷ്മണൻ പറയുന്നു, ഏട്ടാ ഇത് മാണില്ലേ മാരീചനാണെന്ന്. ലക്ഷ്മണൻ കണ്ടപ്പോൾ മാരീചനെന്ന് മനസ്സിലാക്കി. പക്ഷെ സീത കണ്ടപ്പോൾ മാണായി തോന്നി. വേറെ ഉദാഹരണം പറയാം. ഹിരണ്യകശിപു കണ്ടപ്പോൾ തൂണാണ് അവിടെ കണ്ടു. പ്രഹ്ലാദൻ കണ്ടപ്പോൾ നരസിംഹ ഭഗവാനെ കണ്ടു. അപ്പോൾ എന്താ അവിടെ തൂണും ഉണ്ടായിരുന്നുവോ നരസിംഹം ഉണ്ടായിരുന്നുവോ ചോദിച്ചാൽ നരസിംഹൻ തന്നെയാണ് ഉണ്ടായിരുന്നു. പക്ഷേ നരസിംഹത്തിനെ കാണാനുള്ള കണ്ണിൻ്റെ യോഗ്യത ഹിരണ്യകശിപുവിന് ഇല്ല. എൻ്റെ തിമിരം ബാധിച്ചു. ഏതാണ് തിമിരം? അജ്ഞാനമാകുന്ന തിമിരം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹിരണ്യകശിപുവിന് ഒരു ഗുരുയില്ല, നാരദനെ പോലെ. അതുകൊണ്ട് തിമിരം ബാധിച്ചത് കൊണ്ടാണ് ശരിക്കും അവിടെ ഭഗവാനെ കാണാൻ സാധിച്ചിട്ടില്ല. അതാണ് കബീർദാസൻ പേരുള്ള മഹാത്മാവ് പറയുന്നു, ഗുരുകൃപ അഞ്ജന പായോ മേരെ ഭായി രാമ ബിനാ കച്ചു ദേഖത നാഹി അന്തര രാമ ബാഹിർ രാമ ജഹാൻ ദേഖേ വഹാ പൂർണ്ണ ഹി കാമ जागत राम सोवत राम सपन में देखत राजा ही राम कहत कबीरा अनुभवनी का जगान देखे वहाँ राम सरी का गुरु कृपा अंजन पायो मेरे भाई राम बिना कछो देखत नाही. കബീർദാസൻ ഒരു മുസ്ലിമായി ജനിച്ച ആളാണ്. പക്ഷേ ജനിച്ചു ഒരു മുസ്ലിം ദമ്പതിമാർ വളർത്തി. സാക്ഷാത് സുഖാചാര്യൻ്റെ അവതാരം എന്നാണ് മഹാത്മാക്കൾ പറയുന്നു. അദ്ദേഹം കാശിയിലാണ് ജീവിച്ചിരുന്നു. ഇന്നും കബീർ പന്ത് എന്ന് പറയുന്ന ചില മുസ്ലിം അവിടെ കാശിയിലുണ്ട്. അവർ അമ്പലമൊക്കെ തൊഴാൻ പോകും. അവിടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തെ തൊഴാറുണ്ട്. അവരിനൊക്കെ നാമം ജപിക്കും. അങ്ങനെ ഈ കബീർദാസൻ അവിടെ രാമാനന്ദൻ പേരുള്ള മഹാത്മാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് രാമനാമ ഉപദേശം സ്വീകരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇദ്ദേഹം വേഷം കൊണ്ട് മാറിയിട്ടില്ല. അതേപോലെ താടി കുള്ളമൊക്കെ വെച്ച് ചെന്നു. അവരുടെ ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങളെപ്പോൾ ആൾക്ക് എൻ്റെ ഗുരുനാഥൻ ഉപദേശിക്കാറില്ലേ, പോയിക്കോളൂ പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിന് ആഗ്രഹം രാമനാമം ജപിക്കാനാണ്. ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ ആളുടെ അടുത്ത് പോയി അവിടെ ഖുർആൻ ഓതിക്കോളൂ പറഞ്ഞു. ഇദ്ദേഹം പറയുന്നത് കാത്തിരുന്നു. പിന്നെ പോയി. അന്ന് രാമാനന്ദനക്ക് സ്വപ്നത്തിൽ രാവണനും ലക്ഷ്മണനും പറയുന്നു. അവിടെ രാമസ്വാമി പറയുന്നു, ഈ ആശ്രമത്തിൽ ഭാഗവതന്മാർക്ക് അപരാധം ചെയ്തു, അതുകൊണ്ട് ഈ ആശ്രമത്തിൽ ഇരിക്കേണ്ട നമുക്ക് പോവാം എന്ന് പറഞ്ഞ് രാവണനും ലക്ഷ്മണനും ഇറങ്ങി പുറപ്പെടുന്നത് പോലെ ഒരു സ്വപ്നം. അദ്ദേഹം ഉടനെ ഉണർന്നു. ശിഷ്യന്മാരെ വിളിച്ചു, ഇന്നലെ ആരെങ്കിലും ഭാഗവതന്മാർ ഇവിടെ വന്നിരുന്നുവോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഭാഗവതന്മാർ ഒരാൾ വന്നില്ലേ, ഒരു മുസ്ലിം കുട്ടി ഇവിടെ വന്നു രാമനാമ ഉപദേശം വേണം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, അത് നിങ്ങളെപ്പോലെ കുട്ടികൾക്ക് ഉപദേശിക്കില്ല പറഞ്ഞു വിട്ടു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, ആ കുട്ടിയാണ് ഭക്തൻ, നാളെ കണ്ടാൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് അടുത്ത ദിവസം അദ്ദേഹം കുളിക്കാൻ ഗംഗക്കരയ്ക്ക് ചെല്ലുന്നു. അവിടെ കബീർദാസൻ എന്ത് ചെയ്തു, എനിക്ക് ഗുരുദർശനം ഉപദേശം കിട്ടിയിട്ടില്ലല്ലോ വിചാരിച്ച് ആ ഗംഗക്കരയിൽ ഇങ്ങനെ കവിഴ്ന്ന് കറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഈ രാമാനന്ദ സ്വാമികൾ നാമം ജപിച്ച് ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം
ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം. അങ്ങനെ നാമം ജപിച്ചിങ്ങനെ ഇറങ്ങി വരുമ്പോൾ അറിയാത്ത കബീർദാസൻ്റെ ശിരസിൽ ചവിട്ടിപ്പോയി. കാല് വെച്ചപ്പോൾ തന്നെ ഒരു ആളുടെ തലയിൽ കാല് വെച്ചിട്ട് മനസ്സിലായി രാമരാമൻ പറഞ്ഞ അദ്ദേഹം നമ്മൾ മാറി നിന്നപ്പോഴാണ് കബീർദാസൻ രാമദാസനെ കണ്ടു, രാമാനന്ദ സ്വാമികളെ കണ്ടു. അദ്ദേഹത്തിൻ്റെ മഹാഭാഗ്യം. ഗുരുനാഥൻ കൈ കൊണ്ടാണ് തിരിച്ചാൽ തന്നെ അത് വലിയ ഭാഗ്യമാണ്. പിന്നെ കാല് കൊണ്ട് വെച്ചാൽ അത് പാദദീക്ഷ കൂടുതൽ ഭാഗ്യം. അതിന് വെറും പാദം വയ്ക്കാതെ പാദുകൂടെ ചേർത്താണ് കബീർദാസിൻ്റെ ശരീരത്തിൽ കാല് വെച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, അന്ന് ഗുരുകൃപ എനിക്ക് കിട്ടിയ ശേഷം ഞാൻ എവിടെ കണ്ടാലും ജഗാൻ ദേഖേ വഹാം രാമസരീഖ, എവിടെ ജാഗത രാമ സോവത രാമ, ഞാൻ ഉറങ്ങുന്ന സമയത്തിലും സ്വപ്നം കാണുന്ന സമയത്തിലും അതേപോലെ മിഴിച്ചിരിക്കുന്ന സമയത്തിലും എല്ലാ സമയത്തിലും എനിക്ക് രാവണനെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ കാണാൻ സാധിക്കാത്ത കാരണം ഗുരുകൃപയാണ്. ആ ഗുരുകൃപ ഇല്ലാത്തത് കൊണ്ടാണ് ഹിരണ്യകശിപുവിനും നരസിംഹത്തിനെ കാണാൻ പറ്റത്തില്ല. പിന്നെ പ്രഹ്ലാദൻ പറഞ്ഞ ശേഷം ഭഗവാൻ നേരിട്ട് വന്ന ശേഷം കണ്ടു. അപ്പോൾ നമുക്കും ഇതുപോലെ അജ്ഞാനമഹനെ തിമിരം ബാധിച്ച നമുക്കും ഒരു ഗുരുനാഥനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ നമുക്കും ഈ ലോകം കാണാതെ ശരിക്കും ഭഗവാന്റെ രൂപം കാണാൻ സാധിക്കും. അത് എന്ത് ചെയ്യണം? സത്യം പരം ധീമഹി, അതിന് സത്യമായ ആ പരമാത്മാവിനെ നമ്മൾ ധ്യാനിക്കണം. നമ്മൾ സത്യത്തെ ധ്യാനിക്കാറില്ലേ, ലോകത്തെയാണ്. അസത്യമായ ഈ പ്രപഞ്ചത്തെ ധ്യാനിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പ്രപഞ്ചം കാണണം. അപ്പോൾ നമ്മൾ സത്യമായ ആ പരമാത്മാവിനെ ധ്യാനിച്ചാൽ മതി എന്നാണ് ഇവിടെ പറയുന്നു. പരമാത്മാവിനെ എങ്ങനെ ധ്യാനിക്കണം? ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ധ്യാനിക്കണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.